എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല. എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ബാല്യ കൗമാര കാലഘട്ടം. എൻ്റെ ശരീരത്തിന് ഷർട്ട് അഴിച്ചാൽ ഏകദേശം ഒരു 25ഓളം ആഴമുള്ള മുറിപ്പാടുകൾ നിങ്ങൾക്ക് എണ്ണിയെടുക്കാനുണ്ടാവും. അതെല്ലാം എൻ്റെ ജീവിതം എന്നെ മുൻപോട്ട് നയിക്കുന്ന ആഴമേറിയ മുറിപ്പാടുകളാണ്. സമൂഹം എനിക്ക് തന്ന മുറിപ്പാടുകളാണ്. അതെല്ലാം മുംബൈയുടെ തെരുവുകളിലും ചെന്നൈയിലും രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലെല്ലാം എനിക്ക് കിട്ടിയ പ്രഹരങ്ങളാണ്. പക്ഷെ ഇന്നതെല്ലാം ജീവിതത്തിൻ്റെ മുൻപോട്ട് തന്നെ നയിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ. ഇന്ന് ഒരുപക്ഷെ ഇപ്പം ഞാൻ കേരള പോലീസിൻ്റെ ഭാഗമല്ല, നിങ്ങളെപ്പോലെ ഞാനൊരു സിവിലിയനാണ്. 7 വർഷവും 2 മാസവും സർവീസ് നിലനിൽക്കെ രാജി എഴുതി കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. ഒരു ഫിലിപ്പ് അമ്പാടിനെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ അത് കേരള പോലീസിന് വലിയ നഷ്ടമൊന്നുമല്ല. ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിൽ 100 സബ് ഇൻസ്പെക്ടർമാർ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ സംവിധാനമുണ്ട്. പക്ഷേ എന്നെപ്പോലെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സംസാരിക്കാൻ ഒരുപക്ഷെ ഫിലിപ്പ് അമ്പാട് റിക്രൂട്ട് ചെയ്യാൻ ആർക്കും കഴിഞ്ഞത് വരില്ല. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് പങ്കുവയ്ക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടാറുണ്ട്. ഇന്ന് സർക്കാർ സംവിധാനത്തിൽ 86,000 രൂപ അവസാനത്തെ ശമ്പളം വാങ്ങി 6 മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിൽ നിന്ന് രാജി എഴുതി കൊടുത്ത് പുറത്തു പോകുന്നു. ഇന്ന് 60,000 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരു സർക്കാർ പെൻഷൻ ആയ ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ഒരു ദിവസം 1 lakh rupees മോട്ടിവേഷൻ മേഖലയിൽ നിന്ന് ഒരു ദിവസം ഞാൻ ഇന്ന് സമ്പാദിക്കുന്നുണ്ട്.